ഇവിടെ ഇരിക്കുന്ന ഓരോ മരുമക്കളെയും സ്നേഹത്തോടെ കൊണ്ടു നടക്കാൻ പറ്റണം. അമ്മായിമ്മമാർക്ക് അങ്ങോട്ട് മുത്തം കൊടുക്കണം. ആ നിങ്ങൾക്ക് മരുമക്കൾക്ക് മുത്തം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ചിരിച്ചപ്പുറത്ത് എവിടെ കിട്ടാനാ സാറേ, മരിച്ചു പോകുമ്പോൾ വരെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള. ഇവിടെ അല്ലട്ടോ, ഞാൻ മടത്തിപ്പാറ വന്നിട്ട് ഗുലുമാൽ ഉണ്ടാക്കല്ലേ ഇവിടൊക്കെ. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങോട്ടും മരുമക്കൾ അമ്മായിമ്മക്കൊന്ന് മുത്തം കൊടുക്കൂ. ഞാൻ ഈ മരുമക്കളോട് പറയാം, അമ്മായിമ്മ നിങ്ങൾ കൂട്ടുകാരികളാക്കിയാല് ആണുങ്ങളായ ഞങ്ങൾക്കൊരു നഷ്ടമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ രണ്ടാളും ഒന്നാകും, ഞങ്ങൾ പലപ്പോഴും പുറത്താവും. എന്നാലും വേണ്ടില്ല നിങ്ങളൊന്ന് ഒന്നാവും. കാരണം ഈ ഗൾഫുകാരായ ആൾക്കാർ ഇന്നും നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. പഴമയുടെ കഥ പറഞ്ഞോട്ടെ. ഗൾഫിൽ കുറെ ആൾക്കാർ ഞാൻ ചെന്നാൽ അപ്പൊ കൗൺസിലിങ്ങിന് വിളിക്കും. ഞാൻ ഇപ്പൊ കൗൺസിലിംഗ് നടത്താറില്ല. സാർ റൂം എവിടെ എടുത്തിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെന്നൊക്കെ പറഞ്ഞു. ഒട്ടുമിക്ക ആൾക്കാർക്കും പറയാനുള്ള ഇതാണ്. നാളൊരു ചെറുപ്പക്കാരൻ പൊട്ടിക്കാരൻ ഞാൻ പറഞ്ഞു എന്തിനാ ഇഷ്ടം അങ്ങനൊക്കെ. എനിക്കും സങ്കടം തോന്നി. ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ ഒരാഴ്ചക്കൊക്കെ പോകലുള്ളൂ. അപ്പൊ എന്റെ ചെറിയ മോനെ കിട്ടാൻ വേണ്ടി ഉപ്പ ഫോൺ എടുത്ത് കാണും, ഉപ്പ ഞങ്ങൾ വേറൊരു കളിയിലാണ്, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു. ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ ആകെ വീട്ടിൽ നിന്ന് പോയിട്ട്. അവരിപ്പോ ഒരു കളിയിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക. അപ്പൊ ഈ ഗൾഫുകാർക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നറിയോ? നിങ്ങളെ പുതിയാപ്പിളന്റെ ഫോൺ എന്നും വരും. ഇപ്പൊ പണ്ടായിരുന്നു ആഴ്ചയിൽ വരലൊക്കെ, എന്നും വരുന്നത് കൊണ്ട് അയിമക്ക് നോക്കിയിട്ട് നെറ്റ് ചെളിവാ ഇനി ഇപ്പോഴാ വിളിക്കണമെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ എന്താ, അയൽവാസിത്തെ സീനത്തും അയൽവാസിത്തെ പിന്നെ വസുന്ധരയൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടാവും, ചായ അടിച്ചാൽ വന്നിട്ടുണ്ടാവും. അവര് വരുമ്പോ പുതിയാപ്പിള വിളിച്ചാൽ പറ്റൂല. എപ്പോഴും എടുക്ക് ഫോണ് അവർ വിളിക്കുന്നത് അവരുടെ ഒഴിവിനനുസരിച്ചിട്ടാണ്. അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ആ പാവം എങ്ങൾക്കറിയോ ഇപ്പൊ അവിടുത്തെ ചൂട് എത്ര എന്നറിയോ? കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാ. അതുവരെ റൂമിലായതുകൊണ്ട് അറിഞ്ഞിരുന്നില്ല. ജുമാ എന്ന് പറഞ്ഞാൽ അവിടെ 1:15 മണിക്കാ ദുബായിക്കില്. അപ്പൊ ഏകദേശം ഒരു 12:45 പുറത്തിറങ്ങിയ സമയത്ത് പള്ളിക്കൊന്ന് നടക്കേണ്ടി വന്നു. എന്താ അവിടുത്തെ ചൂട്! ഈ പാവം പ്രവാസികൾ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുന്നത് എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോക്കാറുണ്ട്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിൽക്കുക ഈ പാവങ്ങളുടെ സാധാരണ ജോലിക്കാര്. അത്രയും ത്യാഗം സഹിച്ചിട്ട് ബുദ്ധിമുട്ടിട്ട് ആ വെയിലും കൊണ്ടിട്ട് അവർ വിയർത്ത് കുളിച്ചിട്ട് നമുക്ക് പൈസ അയച്ചു തന്നിട്ട് അതവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫോണ് വിളിക്കുമ്പോ ആ ഫോണ് പോലും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഭാര്യ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുടുംബിനി ക്രൊണോളജിക്കലി ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിർത്തേണ്ടത് ഉമ്മയെയും ഉപ്പയെയുമാണ്. അത് കഴിഞ്ഞാൽ ഭർത്താവിനെയാണ്. ഇങ്ങനെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഉണ്ട്. ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് ഭർത്താവിന് ഏറ്റവും ഇഷ്ടമാണ്. ആ ഉമ്മ എത്ര കാട്ടാസാണെന്ന് നിങ്ങൾ പറഞ്ഞാലും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം കുറെ ഇന്നലകളുടെ കഥയുണ്ടാവും. ഉമ്മ നല്ല സ്നേഹനിധിയായിരിക്കും, ഉമ്മ നല്ല രീതിയിൽ ഇവനെ വളർത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ഇന്നലെ അവന് കാണാനുണ്ട്. ആ ഉമ്മനെയാണ് ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന മരുമക്കള് വന്നപ്പോ ചിലപ്പോൾ ഉമ്മന്റെ പ്രകൃതി മാറിയിട്ടുണ്ട്. ആ ഉമ്മയല്ല യഥാർത്ഥത്തിലുള്ള ഉമ്മ ഇവൻ പഴയ കാലത്ത് അനുഭവിച്ച ഉമ്മയാണ്. അതുകൊണ്ട് ആ ഉമ്മയെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ ഏതാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തിന്റെ മൂശയിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. പിന്നെ ഈ ആധുനിക തലമുറയിലെ, ഇനി കുറച്ച് ആധുനികത പറഞ്ഞോട്ടെ, ഈ ആധുനിക തലമുറയിലെ കുട്ടികളെ നിങ്ങൾ വളരെ കെയർ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഡെയിലി ഒരുപാട് കോൾസ് വരുന്നത് കൊണ്ട് ഞാൻ പറയാം. ഒന്നാമത്തെ അവിടുത്തെ അഡിക്ഷന് ഇപ്പൊ MDMA അല്ലെങ്കിൽ പിന്നെ LSD ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ധാരണയുണ്ട്. അതൊക്കെ കുറച്ച് ആൾക്കാരെ ഉപയോഗിക്കണുള്ളൂ. അതൊക്കെ ആൾക്കാരെ പറഞ്ഞ് പേരിപ്പിച്ച് ഇപ്പൊ എന്റെ മഹലിൽ 1000-ഓളം വീടുകളുണ്ട്. അതിൽ ചിലപ്പോ 1-2 ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാകാം. അത് ഉറപ്പൊന്നും ഇപ്പൊ നമ്മൾ വരുത്തിയിട്ടില്ല. ഇല്ലേ അസിയെ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വരുത്തിയിട്ടൊന്നുമില്ല നമ്മളെ മഹലിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് മഹലിൽ വന്നിട്ട് നമ്മളാണ്ട് വയലിൽ പറയും ഇവിടെ ആകെ MDMA ആണ്, ആകെ LSD എന്നൊക്കെ പറയുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പ്രസംഗിക്കല്ലേ. കുറച്ച് ആൾക്കാർ ഉപയോഗിക്കണം, അവരെ കൗൺസിൽ ചെയ്യുക, അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുക, ട്രീറ്റ്മെന്റ് എടുത്താൽ മാറ്റുക. പക്ഷേ മാസായിട്ട് വന്നിട്ടുള്ള പ്രശ്നം ഏതാണെന്നറിയോ നിങ്ങൾ? അത് മൊബൈൽ ഗെയിമാണ്. മൊബൈൽ ഗെയിം അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടൊന്ന് പഠിക്കണം. കാരണം കുട്ടികളുടെ പ്രകൃതം മാറുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുകയാണ്, നമ്മളെ പൈസകൾ പോവാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ആ കാർഡ് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ഇവൻ 4 കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്തിടെ അത് മനസ്സിലാക്കിയത്. നമ്മൾക്കും ഇപ്പൊ ഏകദേശമൊക്കെ ആയല്ലോ. പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 49 വയസ്സായി. പക്ഷെ അവരുടെ മനസ്സ് നമുക്കറിയില്ല. ഇവരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ അറിയുള്ളൂ. കൗൺസിലിംഗ് ഞാൻ മനസ്സിലാക്കിയത്, ഉമ്മയുടെ കാർഡിൽ നിന്ന് ഇവൻ 3 ഡെബിറ്റ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഏജൻസികളുണ്ട്. ഒരു കാർഡിന്റെ കോഡ് കൊടുത്താൽ എന്നിട്ട് ആ കാർഡ് വെച്ചിട്ട് ഇവൻ കടം വാങ്ങിക്കാണ്. ആ കാർഡ് വെച്ചിട്ട് ക്രെഡിറ്റ് വന്ന് 1,05,000 രൂപ കടം വന്നു. 12 വയസ്സുകാരന്, വെറും 12 വയസ്സേ അവനുള്ളൂ. ഈ വയസ്സുകാരന് ഗെയിം കളിച്ചിട്ട്, ഗെയിമിന് പൈസ കൊടുക്കേണ്ട ഗെയിമുണ്ട്, ഗെയിം കളിച്ചിട്ട് പന്തയം വെക്കുന്ന ഗെയിമുണ്ട്, ഗാംബ്ലിങ്ങിന്റെ ഗെയിമുണ്ട്, വ്യത്യസ്ത ഗെയിമുകളാണ്.
ഇവനെ ഹീറോ ആക്കുന്ന ഗെയിമുണ്ട്. അവൻ ഹീറോ ആയിട്ട് ഇങ്ങനെ നമ്മളിപ്പോ മറ്റേ വലിയ വലിയ പിന്നെ ഹീറോകളൊക്കെ നടക്കുന്ന പോലെ ഇവൻ ഹീറോ ആയിട്ട് ഗെയിമിൽ നടക്കുന്ന ഗെയിമുണ്ട്. ഇങ്ങനെ ഗെയിമുകൾ മാറി മാറി കുട്ടികൾ കളിച്ചിട്ട് അവരുടെ മാനസിക നില തെറ്റുന്നു എന്നതൊരു പ്രശ്നം. നാളെ ഇപ്പൊ 4 ആളുകളെ കൊന്ന പയ്യന്റെ കഥ നിങ്ങൾ വായിച്ചില്ലേ? അവന് 64 ലക്ഷം രൂപ കടമായിരുന്നു. ഓൺലൈനിലൂടെ 64 ലക്ഷം രൂപ കടമായിരുന്നു. നമ്മുടെ തലമുറ എങ്ങോട്ടായി പോകുന്നു? ഞാൻ ഭയപ്പെടുത്തല്ല. അതുകൊണ്ട് റുട്ടീന്റെ ഭാഗമായി എപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുവെന്നും അവരേതൊക്കെ കളിയാ കളിക്കുന്നുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, മക്കളെ ചിലപ്പോൾ സമ്മതിക്കൂല, എന്നാണ് നിങ്ങൾ എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം. അവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ, ഞാൻ പറഞ്ഞത് 15 വയസ്സിന് മുമ്പുള്ള കുട്ടികളെ കഥയാണ്. അവരുടെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിലുണ്ട്. അത്രയെങ്കിലും നമ്മൾ ചെയ്തേക്കണം സൗഹാർദ്ദത്തിന്റെ ഭാഷയിൽ. ഇനി നമ്മുടെ മക്കൾ സ്കൂളിലോ കോളേജിലോ ഏതിലെങ്കിലും പോകുമ്പോൾ ചെറുതായ ഒരു പ്രണയത്തിലോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വിചാരിക്കും. ഇപ്പൊ പെടലല്ല, അങ്ങനെ ആവലാണ് ശരിക്കും. ആ പെട്ടു എന്ന് വിചാരിക്കും. അവരെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. എന്താ ഉപ്പ ചെയ്യേണ്ടത്, എന്താ ഉമ്മ ചെയ്യേണ്ടത്? ഒരിക്കലും ഉമ്മമാരത് മറച്ചു വെക്കരുത്. എനിക്കറിയാവുന്ന കുറെ തലാഖുകൾ നടന്നത് ഉമ്മ മറച്ചു വെച്ചു, ബാപ്പയെ മറച്ചു വെച്ചതിന്റെ പേരിൽ ബാപ്പക്ക് വാശി പിടിച്ചിട്ടാണ്. പ്രണയം തുടങ്ങിയിട്ടുണ്ടെന്നിട്ട് ആ പയ്യൻ ഉമ്മനെ വിളിക്കും, മോനെ അങ്ങനെ ചെയ്യല്ലോ, നല്ലോണം ഉപദേശിക്കും ബാപ്പ അറിയാതിരിക്കാൻ വേണ്ടി. പക്ഷെ അതങ്ങനെ ആ വോയിസ് ഒക്കെ പിന്നെ പോയി 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 അവസാനം ഈ ഉമ്മയുടെ വോയിസ് ആയിരിക്കും പിന്നെ അയാൾ കേൾക്കുക. നിനക്കെന്താ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ല എന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മളതിനെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. പ്രണയം ഇനിയുള്ള കാലത്ത് ഒരുപാടുണ്ടാകും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾ പറയുന്ന പല പ്രമാദമായ പ്രണയങ്ങളും നമ്മുടെ അടുക്കലേക്ക് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. പ്രമാദമായ പലതും, പേര് ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അതൊരു കെമിസ്ട്രിയാണ്. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയാം, ഒരു കെമിസ്ട്രി നമുക്ക് വരാനുണ്ട്, ഒരു രസതന്ത്രം. ആ രസതന്ത്രം വന്നു കഴിഞ്ഞാൽ ഏത് ആൺകുട്ടിയാണോ നമ്മുടെ മുമ്പിലുള്ളത് ആ ആൺകുട്ടിയോട് നമുക്കൊരു ഇഷ്ടം വരും. കാരണം ആദ്യമായിട്ട് പ്രണയം ഉണർത്തുന്നതാരോ അവരോട് നമുക്കൊരു സ്നേഹം വരും. കാരണം അങ്ങനൊരു വികാരം, അങ്ങനൊരു പ്രത്യേക രസം, അങ്ങനൊരു പ്രത്യേകമായ ഒരു രീതി നമ്മുടെ ഉള്ളിൽ ആദ്യം വരുത്തിയത് സത്യത്തിൽ ഈ മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു അടുപ്പം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ജീവിതം തുടങ്ങി അപക്വമായോ ജീവിതം തുടങ്ങി 1 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ താറുമാറാകും. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരിക്കലും അതിലേക്ക് പോകാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ ടെക്നോളജി വന്നിരിക്കുകയാണ്. പുതിയ തലമുറയിലെ കുട്ടികളെ നന്നായിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ച് ഉയർത്തണം. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ പറയാം, വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കുട്ടികൾ PG കഴിയാതെ നിർത്തരുത് എന്ന ഒരു ശഠ്യം എൻ്റെ ഈ മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ട ഇന്നത്തെ മടത്തിപ്പാറ കുടുംബത്തിലെ ഇവിടെയുള്ള മുഴുവൻ ആളുകളും അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയാം. ഇപ്പോഴത്തെ കുട്ടികൾ ഷോർട്ട് ടൈം കോഴ്സിലാണ്. ഈ ഷോർട്ട് ടൈം കോഴ്സ് കൊണ്ട് ചിലപ്പോൾ എന്ത് കിട്ടും? ഒരു ജോലി കിട്ടും, ജോബ് എൻട്രി ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ തന്നെ ഒതുങ്ങേണ്ടി വരും. അതുകൊണ്ട് കുട്ടികൾ കയറി പഠിക്കട്ടെ. ഒരിക്കലും പഠിത്തത്തിന്റെ വർഷങ്ങൾ നിങ്ങൾ ചുരുക്കരുത്. +2 കഴിഞ്ഞ ഉടനെ തന്നെ 1 കൊല്ലത്തെ കോഴ്സ് ചെയ്യുക. എന്നിട്ട് അവൻ എന്തോ ആകുക, കുറെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ കുറച്ച് സാമ്പത്തികമൊക്കെ ആവുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ കരഞ്ഞിരിക്കുക. പ്രശസ്തിയൊന്നും വിദ്യാഭ്യാസം വേറൊന്നുമാണ്. PVS ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ കാണാൻ വേണ്ടി പോയി, ഹാരിസ് മടപ്പള്ളിയും ഒക്കെ. അങ്ങനെ ഒരുപാട് സംസാരിച്ചിരുന്നിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബാറ്റ്സ്മാൻ, ആ മനുഷ്യൻ അന്ന് കണ്ണുകൾ അറിയാതെ നിറച്ചുപോയത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാനാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സച്ചിൻ ടെണ്ടുൽക്കറിന് പ്രശസ്തി ഇല്ലാത്തത് കൊണ്ടാണോ? സച്ചിൻ ടെണ്ടുൽക്കർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? ഇന്നും ആ മനുഷ്യൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന സങ്കടത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ മടത്തിപ്പാറ കുടുംബത്തിലെ അംഗങ്ങൾ, വിദ്യാഭ്യാസത്തിന് ചെറുതായി കാണല്ലേ. വിദ്യാഭ്യാസം ഒരിക്കലും ജോലിയല്ല. വിദ്യാഭ്യാസം ഒരു സംസ്കാരമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാനുള്ള ഒരു കരുത്താണ്. നമുക്ക് മറ്റുള്ള ഭാഷകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ മുമ്പിൽ യശസ്സോടുകൂടി അവതരിപ്പിക്കാനുള്ള ഒരു ശേഷിയാണ്. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും അത്യാവശ്യം നന്നായിട്ട് പഠിക്കട്ടെ. മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കയറി പഠിക്കട്ടെ. പറ്റുമെങ്കിൽ ലോകോത്തര യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവർ പഠിക്കട്ടെ.